കെ എൻ ബാലഗോപാലിന്റെ വസതിയിലാണ് ഇടാനുള്ളത്. അവിടെ സാധാരണഗതിയിൽ അവിടുത്തെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തുടങ്ങി നമുക്ക് കാണാനുള്ള ചില കാഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് ബാലഗോപാൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ്. ഇപ്പോൾ അരുൺ ചോദിച്ചു നിർത്തി ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ വയനാടിന് എന്തുണ്ടാവും, കിഫ്ബി ടോൾ പ്രഖ്യാപിക്കുമ്പോൾ, അങ്ങനെ പല പല ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹം റെഡിയാണോ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. ബജറ്റ് അവതരണം 9 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് സാധാരണ നടപടിക്രമം. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. എന്തായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്. ഇവിടേക്ക് ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റിന്റെ ആദ്യ കോപ്പിയുമായി ഉദ്യോഗസ്ഥർ എത്തും. അതോടെയാണ് ഔദ്യോഗികമായ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ആ കോപ്പി ധനമന്ത്രിക്ക് അവർ കൈമാറും. അതിനുശേഷമായിരിക്കും ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള ഈ കോപ്പിയുമായി നിയമസഭയിലേക്ക് പുറപ്പെടുക. അതിൽ 8 മണിയോടെ ഈ ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്താനാണ് സാധ്യത. വളരെ കലുഷിതമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് നമ്മുടെ സംസ്ഥാനം അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് പ്രഭാഷണം കേൾക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനകീയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ അകന്നുപോയ ജനവിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോഴും സംസ്ഥാനം നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയുമാണ്. ഏതാണ്ട് 2,52,000 കോടി രൂപയിലധികം നമ്മുടെ പൊതുകടം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2018-നും 2023-നും ഇടയിൽ 94,000 കോടി രൂപയാണ് ഈ പൊതുകടത്തിന്റെ ഇനത്തിലേക്ക് കടന്നുവരുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഏതാണ്ട് 84,000 കോടി രൂപയുടെ ധനാനുമതി നൽകിയത്. ഈ 84,000 കോടി രൂപയിൽ 35,000 കോടിയിലധികം രൂപ ധനാനുമതി നൽകി ചെലവഴിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ റോഡുകളുടെ നിർമ്മാണത്തിന്, പാലം നിർമ്മാണത്തിന്, ഫ്ലൈ ഓവറുകൾ നിർമ്മാണത്തിന്, ബൈപ്പാസ് നിർമ്മാണത്തിനൊക്കെയാണ്. അവിടെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാനൊരുങ്ങുന്നത്. അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം ആയിട്ടില്ല എന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ പറയുമ്പോഴും കൂടിയാലോചനകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയായിരുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബി വഴി നിർമ്മിക്കുന്ന പദ്ധതികൾക്ക് പ്രത്യേകമായ യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുവഴി കിഫ്ബി വരുമാനദായക പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനം അതിന് പ്രതിരോധിക്കാൻ കഴിയും. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് യൂസർ ഫീ ഈടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂടിയാലോചനകൾ കിഫ്ബിയുടെ കീഴിൽ ധനവകുപ്പ് നടത്തുകയും ചെയ്തത്. അതോടൊപ്പമാണ് ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ വ്യവസായ ഇടനാഴികൾ, അതോടൊപ്പം IT പാർക്കുകൾ ഇവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് കിഫ്ബി മുമ്പോട്ട് വെക്കുന്ന പ്രോജക്റ്റുകൾക്ക് വരുമാനദായക പദ്ധതികളായി അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ പരിഗണിച്ചതുമാണ്. അവിടെ പുതുതായി കിഫ്ബി വഴി എന്ത് സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്യും? അതിന് യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം നേരത്തെ അഭ്യൂഹങ്ങളിൽ മാത്രം നിറഞ്ഞിരുന്ന കാര്യം യാഥാർത്ഥ്യമാകുമോ? ഇതറിയാൻ അല്പസമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, സമാനതകളില്ലാത്തൊരു ദുരന്തം കേരളം, പ്രത്യേകിച്ച് വയനാട് നേരിട്ട് അനുഭവിച്ചതാണ്. അവിടെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അതിനെ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഒരു തരത്തിലുള്ള സാമ്പത്തികമായ പരിഗണനകളും സംസ്ഥാനത്തിന് ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം. പക്ഷേ അങ്ങനെ വിമർശിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ പേരിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരിക സർക്കാരിനാണ്. അത് കൃത്യമായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് വയനാട് പുനരധിവാസത്തിന് വേണ്ടി, വയനാട് ടൗൺഷിപ്പിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് അനുവദിക്കപ്പെടാനാണ് സാധ്യത. അത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2045 പൂർത്തിയാക്കണമെന്ന് കരുതിയിരുന്ന ആ 3ാം ഘട്ടം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 കൊണ്ട് പൂർത്തിയാക്കാൻ, യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള കരാറിലാണ് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ആ കേന്ദ്രത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം ലഭ്യമാകുന്നതിൽ നിലനിൽക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ തീയതി തേടിയിട്ടും അവിടെ നിന്ന് ആ തീയതി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ
വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി രാജ്യാന്തര കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്ന് ചരക്കിറക്കി കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ചരക്ക് നീക്കം യാഥാർത്ഥ്യമായിരിക്കുന്നത് സീ റൂട്ടിലൂടെ മാത്രമാണ്, അതായത് ജലമാർഗം മാത്രമാണ് ഇപ്പോൾ ചരക്ക് നീക്കം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് റിംഗ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. മറ്റ് അനുബന്ധ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പാതി വഴിയിലാണ്. അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടി മറ്റ് സാധ്യതകൾ കൂടി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ എന്താകും ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് 62 ലക്ഷം ജനങ്ങൾക്ക് നേരിട്ട് അവരിലേക്ക് എത്തുന്ന ക്ഷേമ പെൻഷൻ, അത് 1600 രൂപ വീതമായിരുന്നു നിലവിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഇതിനോടകം 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ തന്നെ സർക്കാരിനുണ്ടാകുന്ന വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്ക് മുകളിലേക്ക് അമിത ബാധ്യത എടുത്തു വെക്കുന്ന തരത്തിൽ ആ തുക 1700 1750 ആയി കൂട്ടാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ വൈകാതെ തന്നെ ഉത്തരമാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നികുതി ഇനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധന ഉണ്ടാകുമോ എന്ന് അറിയാനുള്ളത് തന്നെയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നികുതി അത് അമിത നികുതി ഭാരമായി വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചാൽ അതിന്റെ തിരിച്ചടി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് നികുതി അമിതമായി ഉയർത്താതെ പിന്നെ എങ്ങനെ സർക്കാരിന് വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന ചോദ്യത്തിന് എന്ത് സസ്പെൻസിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നതാകും ഏറ്റവും ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത്.